വായനയും ഒരു ഭാഗം. ഫീനിക്സ് മർത്തോമ കോൺഗ്രിഗേഷൻ അവതരിപ്പിക്കുന്ന ഈ നാടകത്തിലെ കഥയും തികച്ചും സാങ്കല്പികം മാത്രമാണ്. ഏതെങ്കിലും കഥാപാത്രങ്ങളുമായി ആർക്കെങ്കിലും സാമ്യം തോന്നുന്നുവെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ആരെയും വേദനിപ്പിക്കുവാനോ കളിയാക്കുവാനോ ഉദ്ദേശിച്ചല്ല ഞങ്ങൾ ഈ സ്കിറ്റ് അവതരിപ്പിക്കുന്നത്. ഇത് വെറും തമാശ മാത്രം. സോ എൻജോയ്. മനുഷ്യനെ വിളിച്ചു വരുത്തിയിട്ട് എച്ചി വിളിക്കുന്നു. മനുഷ്യ, അവനെ സ്റ്റാമ്പ് ചെയ്തത് ഒട്ടും ശരിയായില്ല. സ്റ്റാമ്പ് ചെയ്തത്? ആ, അടിച്ചതേ ഒട്ടും ശരിയായില്ലെന്ന്. ഇല്ല മുതലാളി, ശരിക്കും കണ്ടതാ ഒരു യക്ഷി ഇതിലെ പോകുന്ന. അതിന് ഇവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോടാ. എന്റെ ദൈവമേ, എനിക്കതല്ല. ആ മാനസപുത്രിയിലെ സോഫി ആ ഗ്ലോറിയെ സ്റ്റാമ്പ് ചെയ്തിട്ട് എന്താ വായുന്നോ? മുതലാളിയുടെ ചെവിയിലെ എന്താ വണ്ടാണോ? അതാ ബ്ലൂടൂത്ത്. എന്താ? നീലപ്പല്ല്, നീ കേട്ടിട്ടില്ലേ? നല്ല രസം. എവിടുന്നാ? ജോണി മോനെ അമേരിക്കയിൽ നിന്ന് അയച്ചതാണ്. 24 hours ഇത് ചെവിയില്ല. ഇത് കാരണം ഈ വീട്ടിലോ ഒരു പീസസും ഇല്ല. എന്തോ സമാധാനമേ. കഴിഞ്ഞ ദിവസം ഇത് സംസാരിക്കുന്നത് കണ്ട് ആൾക്കാരെല്ലാം ഓർത്തു ഇയാൾക്ക് മെന്റൽസ് ആണെന്ന്. മുതലാളി, ഇന്ന പത്രക്കാരൻ ഇവിടെ ഇംഗ്ലീഷ് പത്രമാണ് ഇട്ടെ. ഓ, അവൻ ഇട്ടിട്ട് പോയത് ഇംഗ്ലീഷ് പത്രമാണോ? ഇന്നിങ്ങ് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നീ ഒന്നും കാണിക്കാൻ പോകണ്ട. മേലിന് അവൻ ഈ വഴിക്ക് വരത്തില്ല. ഞാൻ പറഞ്ഞിട്ട് രാവിലെ പത്രം ഇട്ടത്. രാവിലെ മുതൽ നിന്റെ പൊട്ട ഇംഗ്ലീഷ് കേട്ടാ മതിയോ? എനിക്ക് എന്തെങ്കിലും പഠിക്കണം. അതിന് ഇതിയാന് ഇംഗ്ലീഷ് വായിക്കാനോ വല്ലതും അറിയാമോ? നീ പതുക്കെ പറയാമോ? കേക്കണ്ട. നീ അകത്തോട്ടിയല്ലേ, അടുത്ത സീരിയൽ തുടങ്ങി കാണും. മുതലാളി, ഇംഗ്ലീഷ് പത്രത്തിനകത്ത് എന്താ വിശേഷം?
എടാ അത് മുഴുവൻ അമേരിക്കയിലെ വിശേഷമാണ്, നിനക്കൊന്നും മനസ്സിലാകും. എന്നാലും മുതലാളി ഒന്ന് വായിക്കാമോ? നീ എന്റെ പോക കണ്ടേ അടങ്ങത്തുള്ളൂ. മുതലാളി അപ്പുറത്തെ വീട്ടിലെ തങ്കമണി മുതലാളിയുടെ കാര്യം ചോദിച്ചു. അവള് നല്ലവള. എന്തുവാ ചോദിച്ചത്? മുതലാളി പഴയ സ്നേഹമൊന്നുമില്ല. എടാ അതെങ്ങനെയാ? ഇവിടുന്ന് ഇത് എന്റെ പുറകിൽ മാറിയിട്ട് വേണ്ടേ? ഇവളെ മേളിലോട്ട് വിട്ടിട്ട് വേണം അവിടെ വിശേഷമൊക്കെ ഒന്ന് തിരക്കാൻ. ആ തിങ്കിങ് ഒക്കെ അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഹാർട്ടിന് അസുഖമുള്ള ഇതിയാനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയരുതോ? നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ. അതിന് ഇതിയാൻ അയൽക്കാരനെ സ്നേഹിച്ചാ മതി, അയൽക്കാരന്റെ ഭാര്യയെ ലൗവിങ് ചെയ്യണ്ട. ഈ പ്രായത്തില് നീ എനിക്ക് ഒരു സത്യക്രിസ്ത്യാനായിട്ട് ജീവിക്കാൻ നീ സമ്മതിക്കത്തില്ലല്ലേ? നിന്നെ ആരെങ്കിലും ഇവിടെ വിളിച്ചോ? നീ അകത്ത് പോയി ആ സീരിയൽ കാണും. ഇപ്പോഴേ സീരിയലില് കൊമേഴ്സോ? പരസ്യമേ. മുതലാളി വീണ്ടും അങ്ങനെ അമേരിക്കയിൽ എന്തിനാ പോകുന്നേ? എന്റെ മോൻ ജോണിക്കുട്ടിയെ അവിടെ വലിയ നിലയില്ല. അവന് പിന്നെ വീട്, കാറ്, ബംഗ്ലാവ് എന്ന് വേണ്ട എല്ലാം ഇഷ്ടം പോലെ. അപ്പൊ ഒന്ന് പോയി കണ്ടേച്ച് വരാമെന്ന് വെച്ചു. എടാ നീ പോയി ആ പെട്ടിയൊക്കെ ഒന്ന് കെട്ടിവെക്ക്. എന്നിട്ട് വേണം എന്റെ കൊളസ്ട്രോൾ ഒക്കെ ഒന്ന് കൂട്ടാൻ. അത് പറഞ്ഞപ്പോഴാ അപ്പുറത്തെ പാപ്പച്ചന്റെ വിചാരം അങ്ങേർക്ക് മാത്രമേ കോൾഡ് സ്റ്റോറേജ് ഉള്ളെന്നാ. നിന്റെ പൊട്ട ഇംഗ്ലീഷ് കേട്ട് ഞാൻ മടുത്തു. പറയേ നീ വാ, നിന്നെ ഞാൻ സ്വല്പം ഇംഗ്ലീഷ് പഠിപ്പിക്കാം. നീ അവിടെ ചെന്നേ ചെയ്. എന്നെ ദേ കേട്ടോ കണ്ടോ എന്നൊന്നും വിളിക്കരുത്. പിന്നെ എന്ത് വിളിക്കണം? അവിടെ ചെന്നേച്ച് ഹണി, മണി, ഹായ്, സ്വീറ്റ് എന്നൊക്കെ മാത്രമേ വിളിക്കാവൂ. അതുപോലെ അവിടെ ചെന്നേച്ച് ആരെങ്കിലും നിന്നോട് ചോദിക്കുക വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറഞ്ഞാൽ എന്തുവാ? പേരെന്തുവാന്ന്. അപ്പം പറയണം മൈ നെയിം ഈസ് മേരി. അതാരാ? എടി മറിയെന്ന് ഇംഗ്ലീഷിൽ പറയുന്നതായി മേരി. ഓ അത് ശരി. അതുപോലെ എന്നെ അവിടെ ചെന്നിച്ച് ഹസനെ വിളിക്കാവൂ. ഹസ്സോ? അതെന്തുവാ? ഭർത്താവിന് പറയുന്ന പേരായി ഹസൻ. ഓ അത് ശരി. വാട്ട് ഈസ് യുവർ ഹസ് നെയിം എന്ന് ചോദിക്കുന്നുണ്ട്. നീ പറയണം മൈ ഹസ് നെയിം ഈസ് ടോം. അതിന് നിങ്ങളെ എല്ലാരും ആട് തോമ എന്നല്ലേ വിളിക്കുന്നത്? ഇംഗ്ലീഷിൽ തോമ എന്നുള്ളതായി ടോം. ഓ അത് ശരി, ടോം. ആരെങ്കിലും ഇനി എന്തെങ്കിലും ഇംഗ്ലീഷ് നിന്നോട് ചോദിച്ചാല് മീ നോ ഇംഗ്ലീഷ് എന്നങ്ങ് പറഞ്ഞിട്ടില്ല. Oh my God, time passed away. ഇപ്പൊ അച്ഛൻ ഇങ്ങ് വരും. എല്ലാവരും എവിടെ പോയി? ദൈവമേ, എനിക്ക് കിട്ടാനുള്ള കൂടെ പോയെന്നാ തോന്നുന്നത്. രാജപ്പ നീ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും എന്ത് ചെയ്യണം? അവര് ഒരുങ്ങുക. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഒന്നും പറയണ്ട അച്ഛൻ. ഇവിടെ എന്നെയിട്ട് കഷ്ടപ്പെടുത്തുക. ഒരു രസമില്ല. രാവിലെ ഇരിച്ച് അടിച്ച വാങ്ങും, പാത്രം കയറണം, പശുവിനെ കുളിപ്പിക്കണം, കൊച്ചമ്മയെ കുളിപ്പിക്കണം. നീ ഇതുകൊണ്ടൊന്നും മേശപ്പെടണ്ട. ഇതെല്ലാം മുകളിൽ നിന്ന് ഒരുവൻ കാണുന്നുണ്ട്. അത് നേരാ. ആ കശ്മളം കഴിഞ്ഞ ദിവസം ഞാൻ കുളിച്ചപ്പോ എത്തി നോക്കി. ഇവരെന്തിനാണ് ഈ രാത്രിയിൽ പ്രേതത്തിന്റെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്? വല്ല ക്രിസ്ത്യ പാട്ടും കേൾക്കുന്നുണ്ടോ? അച്ഛോ, അച്ഛനെ യക്ഷിയെ പ്രേതങ്ങളെ കണ്ടിട്ടുണ്ടോ? മോനെ, ദൈവത്തിൽ വിശ്വസിക്കുന്നവന് പ്രേതത്തെ യക്ഷിയോ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ കണ്ടതാ ഒരു യക്ഷി ഇവിടുന്ന് നടന്നു പോകുന്നത്. അത് നിനക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് തോന്നുന്നതാണ്. എന്നെപ്പോലെ ഉറച്ചു വിശ്വസിക്കുക. അച്ഛാ, യക്ഷി. എന്റെ അമ്മ ഓടിക്കോ. അച്ഛാ, വിശ്വാസം. വിശ്വാസം മണ്ണാൻ കേട്ടോ. നമ്മുടെ അമ്മയുടെ വിശ്വാസം. അറിയാമേ, യക്ഷി യക്ഷി. എന്താ വാച്ചോ യക്ഷി യക്ഷി എന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്നത്? തോമാച്ചനോ? ഞാൻ എത്തിയെന്നാ തോമാച്ച പറഞ്ഞത്. ആ യക്ഷി ഇപ്പം അതിലൂടെ പോകും. എടാ അവളോ? അതാ തയ്യക്കാരിയാ, ബ്ലൗസുമായിട്ട് വന്നതാ. മുതലാളി, ഇത് എന്താ വേഷമാണ്?
എടാ, അമേരിക്കയിലെല്ലാം തലതിരിഞ്ഞ. ഇതിന് ഇവിടെ ഇന്ത്യൻ ടൈ എന്ന് പറയും, അവിടെ ചെല്ലുമ്പോൾ അമേരിക്കൻ ടൈ ആയി. ഇതെല്ലാം അനിമോള് കൊടുത്തു വിട്ടതാ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നീ എന്റെ അയൽ കിടന്ന ഇന്ത്യൻ ടൈ വീട്ടിലെടുത്ത് വെച്ചോ, മറക്കരുത്. അത് ഞാൻ ഇന്നലെ എടുത്തു വെച്ചു. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് അതില്ലാതെ പറ്റത്തില്ലെന്ന്. നിങ്ങൾ എന്താ വീണ്ടും അമേരിക്കക്ക് പോകാൻ തീരുമാനിച്ചത്? അത് പിന്നെ നീ ജോണി പോലെ അവിടെ ഇപ്പൊ എന്തുവാ ഇലക്ഷൻ എന്തൊക്കെ കേട്ടല്ലോ. അല്ലെന്നേ ഈ പണിയൊക്കെ പോകുന്ന അല്ലേ? അത് തന്നെ. ജോലി പോയത് പിന്നെ അവന് നല്ല സുഖമില്ല. അതിന് ആനിമോൾ വിളിച്ചു പറഞ്ഞു അപ്പച്ചനും അമ്മച്ചിയും കൂടി ഇങ്ങോട്ട് പെട്ടെന്ന് വരണം. അത് സാരമില്ല, എല്ലാം ശരിയാവും മോനെ. ഈ കത്ത് ജോണിമാന് കൊടുക്കണം. അതെന്താ വച്ചാ? ഇടവകയിൽ ഒരു സാധുവിന് വീട് വെക്കാൻ ഒരു സംഭാവനിക്കാം. അത് ഇത് അച്ഛന്റെ വിലാസമാണല്ലോ. അത് ചുമ്മാ ഇടതേ കൊടുക്കുന്ന വലതേ അറിയില്ലെന്നല്ലേ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഈ അച്ഛന്മാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ പാവ ഇടവക്കാര് എന്ത് ചെയ്യും? പറയാമേ, പാവിരിക്കാൻ. ഓ മകനെ, നമുക്ക് പ്രാർത്ഥിക്കാൻ പാവിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം അമേരിക്കയിലേക്ക് യാത്ര തിരിക്കുന്ന ഈ സമയത്ത് വഴിയിൽ ഓരോ ആപത്തും കൂടാതെ അമേരിക്കയിൽ തന്നെ എത്തിച്ചേരുവാൻ അവർ കൊണ്ടുപോകുന്ന സാധനങ്ങൾ അവലോസുണ്ട കനക്കാതെയും അലുവ കേടുകൂടാതെയും അവർ വാങ്ങിയ ഉണക്കമീൻ പൂച്ച കൊണ്ടുപോകാതെ ഉണങ്ങിയ ഇറച്ചിയും കറിവേപ്പിലയും കസ്റ്റംസിൽ പിടിക്കാതെയും എത്തിക്കുകയാണ്. അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും കാത്തുകൊണ്ടാണ്. വിശേഷാൽ എന്റെ പ്രിയപ്പെട്ട മറിയാമ്മയുടെ പുറത്തുവേദനയും തോമാച്ചന്റെ നടുവേദനയും ഉണ്ടാകാതെ കാത്തുകൊള്ളാണ്. പന്നിപ്പനിയുള്ള ഈ സമയങ്ങളിൽ കർത്താവെ അവരെ പന്നി പിടിക്കാതെ സൂക്ഷിച്ചുകൊള്ളാണ്. കർത്താവെ എത്രയോ പേർ യാത്ര ചെയ്യുന്നു, അവരോടൊക്കെയും കൂടെ ഇവരെയും കാത്തുകൊള്ളാണ്. എന്താ പാടാ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ശൂശു എന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത്? അച്ഛാ, അവരവിടെ എത്തിക്കാണും. അവര് പോയോ? അവരെപ്പോഴേ പോയി. വല്ല കവറോ വല്ലതും തന്നോടാ നിന്റെ? ഒന്നും എത്തില്ല. അത് നല്ല പണിയാണല്ലോടാ, നമുക്കിട്ട് അവർ വെച്ചിട്ട് പോയത്. ദൈവമേ, എന്തെങ്കിലും ഒന്നും കാണിച്ചു കൂട്ടാതെ ഇരുന്നാൽ മതിയായിരുന്നു. ഒന്നും പറയണ്ട.
ആരെയും കാണിച്ചോ? പലരെയും കാണിച്ചു. അവിടെ കിട്ടാതെ പോയത് നമ്മുടെ ഭാഗ്യം. നിന്റെ കത്തിലുണ്ടായിരുന്നല്ലോ ഇപ്പൊ നല്ലൊരു അച്ഛൻ വന്നു, നല്ല പ്രസവവും പ്രാർത്ഥനയും ഒക്കെ ആണെന്ന്. നിനക്ക് അച്ഛനൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ വയ്യായിരുന്നു? നമ്മുടെ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റിനെയും ട്രസ്റ്റിയും ഒക്കെ ഇവിടെ ഒന്ന് പറയാൻ വയ്യായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ ഇവിടെ തലമുതിർന്ന മുതിർന്ന നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ, അവരോടൊന്ന് പറയാൻ വയ്യായിരുന്നു? സേവ്യ സംഘം നല്ല രീതിയിൽ ഇവിടെ നടന്നു പോകുന്നത് നീ എനിക്ക് എഴുതിയിരുന്നല്ലോ. 24 മണിക്കൂറും ചെയിൻ പ്രയർ ഉണ്ടെന്നും അതിന്റെ ലീഡറിനോട് നീ പറഞ്ഞോ? അതെങ്ങനെ പറയാനാ? ഞാൻ ആ ജോലി ചെയ്യുന്ന കല്ല് കമ്പനി ഉണ്ടല്ലോ, ആ സ്റ്റോൺ ക്വാറി, അവിടെ നിൽക്കാനും ഇരിക്കാനും പോലും സമയമില്ല. പ്രത്യേകിച്ച് അവിടുത്തെ ആ 2 മുതലാളിമാരുടെ പ്രൈവറ്റ് വന്നാൽ ഇവിടുത്തെ ഇങ്ങേരുടെ ഈ ചവിട്ട് നടക്കും. ഇത്ര കൂടുതലാണെന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ. ജോലി പോയപ്പോൾ ചെറുതായേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മുടെ പള്ളിയിൽ ചെന്നപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു ജോണിച്ചായനെ സെക്രട്ടറി സ്ഥാനം ഏൽപ്പിക്കുകയാൽ പോകുകയാണെന്ന്. അതിനുശേഷം ഇങ്ങനെയാ. എടാ മോനെ, നിങ്ങൾ വാ, തുണിയൊക്കെ ഒന്ന് മാറും. ജോണിച്ചായ കണ്ടോ ആരാ വന്നിരിക്കുന്നതെന്ന്? അവരെ മനസ്സിലായോ? ഞാൻ അവരെ ഇനി വിളിക്കട്ടെ. അപ്പച്ച, അമ്മച്ചി, ജോണിച്ചാൻ നിങ്ങളെ മനസ്സിലായി. ജോണി, എടാ മോനെ, നിനക്ക് എന്നെ മനസ്സിലായോ? മോനെ എന്നെ മനസ്സിലായോ? ഇനി പറ, ഞാൻ ആരാ? എനിക്കറിയാം, വടക്കപ്പറമ്പ് തങ്കച്ചനല്ലേ? മോനെ ഞാനോ? പാറയിലെ ലക്ഷ്മികുട്ടി. ഇത് വടക്കപ്പറമ്പ് തങ്കമണിയല്ലേ? എനിക്കറിയാം, 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 എനിക്കറിയാം. ഈശ്വര, എന്റെ മകൻ എന്ത് പറ്റിയോ? അല്ലേലും നമ്മുടെ മാർത്തോമാക്കാർക്കുള്ളതാ. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒരാളെ വിളിക്കത്തുമില്ല, പറയത്തുമില്ല, പ്രാർത്ഥിക്കത്തുമില്ല, പോകത്തുമില്ല. ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ പെന്തിക്കോസുകാരെ കണ്ടുപിടിക്കുന്നത്. എന്റെ വിഷമം അതൊന്നുമല്ല. എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഐബ്രാസ് ഒന്ന് ചെയ്യാൻ. നിനക്ക് അതിന്റെ കാര്യം. അപ്പൊ എന്റെ കൊളസ്ട്രോളിന്റെ മോളെ ആനി, ഞാൻ നോക്കിയിട്ട് ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഒരു മാതൃകനായ ഒരു അച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തോന്നാ, കടമെടുത്ത കത്തനാരോ കൊട മുറ്റത്ത് കുത്തിയ കത്തനാരോ, അദ്ദേഹത്തെ ഒന്ന് വിളിച്ചാലോ? ഓ, ഫാദർ അമ്പറല്ല. എന്നാൽ സമയം കളയണ്ട, ഉടനെ വിളിച്ചോളൂ. നിങ്ങളാണോ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്? വാടകയ്ക്കോ? അല്ല, പിന്നെ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞത്? എന്റെ മോന് പാത കേറിയിരിക്കുക. അത് ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞതാ ആശ. ഓ, എങ്കിൽ മകനെ കൊണ്ടുവരൂ. ആരാണ് നീ? ഞാൻ ഭാര്യയല്ല. ഒഴിഞ്ഞു പോകാൻ? ഇല്ല, ഞാൻ ഒഴിഞ്ഞു പോയില്ല. അയ്യോ അച്ഛാ, ആ കുരിശ് എന്തോന്നാ കിടന്ന് ഇളകുന്നത്? ഓ, ഒന്നും പറയണ്ട. ആ രാജുവിനെ കൊണ്ട് പണിയിപ്പിച്ചപ്പോഴേ ഓർത്തോ ഒഴിഞ്ഞു പോവില്ല. ഇല്ല. ആരാണ് നീ? കാട്ട് നീലിയാണോ? അല്ല. ചടുല യക്ഷിയാണോ? അല്ലേ അല്ല. ഒരു നാഗവല്ലിയെങ്കിലും ആണോടെ? അല്ല, നിങ്ങളോട് കുറച്ച് നേരമായിട്ട് പറയണ്ട. നീ ഒഴിഞ്ഞു പോവില്ല. ഇന്നെ ദുഃഖവല്ലേ അടിച്ച ഞാൻ നിന്നെ കൊന്ന് രക്തം കുളിച്ച് ഞെക്കി പിഴിഞ്ഞ് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ രക്തം കുളിക്കും. നാറ്റിക്കരുത്, ഒഴിഞ്ഞു പോ പ്ലീസ്. ഇല്ല. അതെ, ഒഴിഞ്ഞു പോവില്ലെന്നാ പറയുന്നത്.
ഞാൻ എന്റെ 16-ാം അടിയന്തരം അല്ല 16-ാമത്തെ അടവും പരീക്ഷിക്കാൻ പോവാം. ലേഡീസ് സ്റ്റാൻഡ് ബാക്ക്. എന്റെ അസുഖം മാറി. എന്റെ അസുഖം മാറി. മോനെ, എന്റെ മോനെ. കണ്ടോടി, നമ്മുടെ മോനെ നമുക്ക് തിരിച്ചു കിട്ടി. ഇതെങ്ങനെ സാധിച്ചു? അച്ഛൻ എല്ലാ അടവും പരീക്ഷിച്ചു. എന്നിട്ട് രക്ഷയില്ലെന്ന് കണ്ടപ്പോ പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ എടുത്തിട്ട് പറഞ്ഞു, ഇത് പള്ളിയിൽ നിന്നും വേറെ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ള കത്താണ്. അത് കേട്ടതും അവന്റെ അസുഖം പമ്പ കാണും. അപ്പോൾ അച്ഛൻ അതല്ലേ വിഷമം. ആ കൽപ്പന അച്ഛൻ വായിച്ചപ്പോഴാ മനസ്സിലായത് അത് അച്ഛനെ ഫീനിക്സ് പള്ളിയിൽ വികാരിയായി നിയമിച്ചു കൊണ്ടുള്ള കൽപ്പന. അതിനുശേഷം അച്ഛൻ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് മോനെ, അച്ഛൻ എവിടെ? വരുന്നു.